തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട 4 പേരുടെയും ഖബറടക്കം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഒപ്പം പേരുമലയിലെ ദൃശ്യങ്ങളുണ്ടോ, ഇപ്പോൾ പാങ്ങോട് എന്നുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ പ്രശാന്തൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ ഗ്രാമമല്ല, സാധാരണ വലിപ്പമുള്ള ഗ്രാമം, എന്നാൽ ഒരു നഗര സ്വഭാവം, ജംഗ്ഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വലിയ ചരിത്രമുള്ള പ്രദേശമാണ് കല്ലറയും പാങ്ങോടുമൊക്കെ. അവിടെ എല്ലാ കുടുംബങ്ങളും, മിക്കവാറും പഴയ കുടുംബങ്ങളെല്ലാം തമ്മിൽ നല്ല ബന്ധമുള്ള, എല്ലാവർക്കും പരസ്പരം അറിയുന്ന ആളുകളാണ്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തമ്മിൽ നല്ല ബന്ധവും എല്ലാവരും തമ്മിൽ അറിയുന്ന ആളുകളാണ്. അങ്ങനെ പൊതുവിൽ വലിയ സൗഹൃദത്തിൽ പോകുന്നൊരു പ്രദേശമാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായി എല്ലാവർക്കും അറിയാവുന്നൊരു കുടുംബത്തിൽ എല്ലാവരും അറിയുന്ന ആളുകൾ, ആ കുടുംബത്തിൽ ഇങ്ങനെ വലിയൊരു കൂട്ടക്കൊല ഉണ്ടാകുന്നത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ 4 പേരുടെ ഖബറടക്കമാണ് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കുന്ന. അവിടെ പ്രാർത്ഥനയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളടക്കം നിരവധി പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തിരക്ക് നമുക്ക് കാണാം. അത്രമേൽ എല്ലാവരെയും ഉലച്ച ഒരു സംഭവമാണ്. മറുഭാഗത്ത് കാണുന്നത് പേരുമലയിൽ നിന്നുള്ള നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത്. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. പാങ്ങോട് മസ്ജിദിൽ അവിടെ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മദ്രസയിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. രാഹുൽ, അവിടെ ഒരുപാട് പേരെത്തുന്നുണ്ട്. ആ നാട്ടുകാരൊന്നടങ്കം വലിയ വേദനയിലാണ്. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അത് ഈ പെട്ടെന്നുണ്ടായ ആ ഒരു വിയോഗത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ്. എത്രത്തോളമാണ് അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ തിരക്ക് എത്രത്തോളമാണ്, അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത്? ഒരു നാടാകെ ഒരു കുടുംബത്തെ യാത്രയാക്കുന്ന കാഴ്ചയാണ് നമുക്ക് താഴെപ്പാങ്ങോട് നിന്ന് കാണാൻ കഴിയുന്നത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ എല്ലാം തമ്മിലറിയുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ നാട്ടുകാർക്ക് അറിയുന്ന കഥയെന്നത് ഈ കുടുംബം പലപ്പോഴായി വല്ലപ്പോഴും കുടുംബം ഒന്നിച്ചാണ് ഇവിടെ എത്താറുണ്ടായിരുന്നത്. താഴെപ്പാങ്ങോട് ആ കുടുംബ വീട്ടിലെത്തുന്നത്. അങ്ങനെ 11 മക്കളുണ്ടെങ്കിൽ ആ സഹോദരങ്ങളൊക്കെ കഴിയുന്നവരെല്ലാം ഒത്തുചേരുന്ന കാഴ്ച അവർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിലത്തെ കാഴ്ചയാണ് അവർ കാണുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് ഇവിടെ ഈ താഴെപ്പാങ്ങോട് എത്തുമ്പോൾ, അത് ജീവനത്തെ ശരീരമായി എത്തുമ്പോൾ പലരുടെയും മുഖങ്ങളിൽ ആശങ്കയാണുള്ളത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കുന്നതായിരുന്നല്ലോ എന്നുള്ള തോന്നലാണ് ഓരോ മുഖങ്ങളിലും കാണാൻ കഴിയുന്നത്. കാരണം തമ്മിലറിയുന്നവരാണ്. അവർക്കറിയുന്ന കഥയെന്നത് ഇത്തരത്തിൽ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിയനെ ചേർത്ത് പിടിക്കുന്ന ഒരു ജ്യേഷ്ഠൻ, വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ, അവരുടെ കുടുംബം, അവരുടെ സഹോദരങ്ങൾ, അത്തരത്തിൽ പാങ്ങോടുള്ളവർക്ക് ഈ ഒരു കുടുംബം അത്തരത്തിലൊരു ചിത്രമായിരുന്നു. അവിടെയാണ്, ആ ഒരു ചിത്രത്തിനാണ് വലിയ ഒരു ആഘാതമേറ്റിരിക്കുന്നത്. ആ ആഘാതത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു കുടുംബത്തിലെ 5 പേർക്കാണ്. അത്തരത്തിൽ 4 പേർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചൊല്ലുകയാണ്, വിട ചൊല്ലുകയാണ്. അവർക്കറിയുന്നവരാണ്. അവരുമായി ഓർക്കാൻ പല കഥകളുണ്ട്. പല മനുഷ്യരെങ്കിലും അവർക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട്, ഈ നാട്ടിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഓർക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെല്ലാവരും ഈ കഴിഞ്ഞ 2 ദിവസമായി എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ആശങ്കയെ അവരെ ബാധിച്ചു. ഇപ്പോൾ യാത്ര പറയുമ്പോൾ വല്ലാത്ത സങ്കടവും വല്ലാത്ത ആശങ്കയും വല്ലാത്ത മരവിപ്പുമാണ് ഓരോ മുഖങ്ങളിലും കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ കൊച്ചു ഗ്രാമത്തിലെ എല്ലാ മനുഷ്യരും അക്ഷരാർത്ഥത്തിൽ ഇവിടെയുണ്ട്, ഇവരെ യാത്രയാക്കാൻ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ലത്തീഫിൻ്റെ വീട്ടിലെത്തിയപ്പോഴും ഇത് തന്നെയാണ് കണ്ടത്. കാരണം ഇത്തരത്തിൽ നാട്ടിൽ സജീവമായി ഇടപെടുന്ന മനുഷ്യരായിരുന്നു ഇവർ ഓരോരുത്തരും. അവരിടപെടുമ്പോൾ അവരുടെ ഇടപെടലുകൾ ഓരോ മനുഷ്യനിലും മാറ്റമുണ്ടാക്കി. ആ മനുഷ്യരെല്ലാവരും ഇവർക്ക് ഓർക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് പറയാൻ, ഇവർക്ക് ഒരുമിച്ച് ചിലവഴിക്കാനുള്ള സമയങ്ങളെല്ലാം ഇവർ ഓർത്തെടുക്കുകയാണ്. അപ്പോഴും ഇത്തരത്തിലൊരു വിടപറച്ചിൽ ഉണ്ടാകരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവർ എല്ലാവരും എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പള്ളിയിലേക്ക് എത്തുകയാണ്. അവർക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ, തുടരാം. അത്തരത്തിൽ സമൂഹത്തിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും, ഇത്തരത്തിൽ അവരെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത് സങ്കടവും ഒപ്പം ഈ പറയുന്നത് പോലെ മരവിപ്പും തന്നെയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? ഇത്തരത്തിൽ അനിയനെ ചേർത്ത് പിടിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. അതുകൂടാതെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും അത്തരത്തിലൊരു വൈര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും പാങ്ങോട്ടെ നാട്ടുകാർക്കറിയില്ല. ഇവിടെയുള്ള ഉമ്മുമ്മ
സൽമ ബീവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളിൽ ഒരാൾ. അങ്ങനെ ഇവർക്കറിയാവുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു കുടുംബം, ആ കുടുംബം പലയിടങ്ങളിലാണെങ്കിലും അവർ ഒത്തുചേരാനുള്ള സ്ഥലമായിരുന്നു താഴെപ്പാങ്ങോട് എന്ന് പറയുന്നത്. അതേ കൊച്ചുമകൻ തന്നെ വന്ന് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ആദ്യഘട്ടം മുതൽ അവരുടെ പ്രതികരണങ്ങൾ ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, ഇതിങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലല്ലോ, അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ലല്ലോ എന്നുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. ഇവരുടെ കുടുംബത്തിൻ്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും അവർ കടന്നുപോയ ഓർമ്മകൾ കാണുമ്പോഴും അവർ കണ്ട സ്വപ്നങ്ങൾ ഓരോ ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി വിയോജിപ്പുകൾ വരുമ്പോൾ എങ്ങനെയാണ് കൊല്ലാൻ കഴിയുക എന്ന സാമാന്യ യുക്തി ഉയർത്തുന്ന ചോദ്യം തന്നെയാണ് ഈ മനുഷ്യരും ഉയർത്തുന്നത്. ആ ചോദ്യമാണ് ഈ മനുഷ്യരുടെ മുഖത്ത് ഉണ്ടാക്കുന്ന ആ മരവിപ്പിൻ്റെ കാരണം. ചെറിയ വിയോജിപ്പുകളുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൽ, ആ കുടുംബത്തിൻ്റെ അത്രമാത്രം വിശാലമായ കുടുംബത്തിൽ എന്തുകൊണ്ടത് പറഞ്ഞു പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് 4 പേരുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന ചോദ്യം തന്നെയാണ് ഈ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെ മുഖത്തും ഉള്ളത്. അവർക്കറിയാവുന്ന ആളുകൾ ആണ് ഇപ്പോൾ ജീവനറ്റ ശരീരങ്ങളായി ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ SN പുരത്തെ ലത്തീഫാണെങ്കിൽ 20 വർഷമായി ആ നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ജനകീയമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന വ്യക്തിയാണ്. വൈകുന്നേരങ്ങളിൽ അവർക്ക് കൂട്ടായ്മകളുണ്ടായിരുന്നു. പള്ളിയിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, അത്തരത്തിൽ നാടുമായി ഒരു വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തി. ആ വ്യക്തി എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ കൊല്ലപ്പെടാൻ തക്കത്തോണം അല്ലെങ്കിൽ അങ്ങൊരു പകയുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നത്. കാരണം അത്രമാത്രം ഹൃദ്യമായി ഇടപെടുന്ന ഒരു മനുഷ്യനാണെന്ന് പലരും ആവർത്തിച്ചു പറയുന്നു. തലേന്ന് രാവിലെ കൂടി കണ്ട അയൽവാസിയായ ഉമ്മ കണ്ണീർ പൊഴിക്കുന്നു. കാണുമ്പോൾ ചിരിക്കുക മാത്രം ചെയ്യുന്ന സാജിദയെ ഓർക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ സഹായം വേണമെങ്കിൽ ഉറ്റുനോക്കാൻ കഴിയുന്ന അയൽ വീട്ടിലേക്ക് ഇനി അവർക്ക് അങ്ങനെ നോക്കാൻ കഴിയില്ല എന്ന വിഷമം പങ്കുവയ്ക്കുന്നു. അങ്ങനെ മനുഷ്യർ അവർ കരുതലോടുകൂടി നോക്കിയിരുന്ന, സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരു കുടുംബത്തെ, കുറച്ച് മനുഷ്യരെയാണ് ഒറ്റ നിമിഷം കൊണ്ട് ആ കുടുംബത്തിലെ ഒരു വ്യക്തി ഇല്ലാതാക്കുന്നത്. ആ വ്യക്തിയെപ്പറ്റി പറയുമ്പോഴും നാട്ടുകാർക്ക് ഈ പറയുന്ന ആശ്ചര്യമാണുള്ളത്. ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ, അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയായി ഞങ്ങൾ കണ്ടതേയില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതിലേറ്റവും വേദനിപ്പിക്കുന്നത് അനിയനുമായുള്ള ആ ഫോട്ടോഗ്രാഫുകളാണ്. ഏറ്റവും പ്രധാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ അനിയനുമായുള്ള ഫോട്ടോഗ്രാഫുകൾ പങ്കുവയ്ക്കുന്ന ആ ഫോട്ടോയിലുള്ള അത്രമാത്രം സ്നേഹവും ആ ചേർത്ത് നിർത്തലുള്ള സ്നേഹവും ഒക്കെ കണ്ടു തന്നെയാണ് ഒരുപക്ഷെ ഈ വാർത്ത അറിഞ്ഞ മലയാളികളൊക്കെ കണ്ണീർ തൂകിയത്. എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് വീണ്ടും 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 ആലോചിച്ചത്. കാരണം 10 വയസ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ ആ അനിയൻ വളർന്നു വന്ന ജീവിത കാലഘട്ടത്തിൽ ആ ചേട്ടൻ എത്രമാത്രം സ്വാധീനമായി കാണും, അല്ലെങ്കിൽ എത്രമാത്രം ലാളനകൾ ആ ചേട്ടന് കൊടുക്കേണ്ടി വന്ന് കാണും എന്നുള്ള ഒരു ചിന്ത എല്ലാം കടന്നു പോയിട്ടുണ്ട്. അതേ ജ്യേഷ്ഠൻ തന്നെയാണ് ആഹാരം വാങ്ങിക്കൊടുത്തതിന് ശേഷം നിഷ്കരുണം ആ കുട്ടിയെ കൊല്ലുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എത്രയെത്ര എണ്ണി പറഞ്ഞാലും അതിന് ഈ കൊച്ചുകുട്ടി, ഈ കുഞ്ഞനിയൻ എന്ത് കാരണമായി, എന്ത് തടസ്സം നിന്നു എന്ന വലിയ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. വലിയ ചോദ്യമാണ് മുന്നിൽ നിന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത്. അത്തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത കുറേയധികം കാര്യങ്ങൾ, അവർക്ക് ഉത്തരം കണ്ടെത്താത്ത കുറേയധികം കാര്യങ്ങൾ ആ ചോദ്യങ്ങളുമായി വന്നു നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്കിനി നിസ്സഹായരായി വിട പറയുകയേ വഴിയുള്ളൂ. അവർ പല സ്വപ്നം ഒരുമിച്ച് കണ്ടവർ, പല വേദികളിൽ ഒരുമിച്ച് പങ്കിട്ടവർ, അവർ ഇപ്പോൾ ജീവനറ്റ ശരീരമായി മുന്നിൽ കിടക്കുകയാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ നാട് ഒന്നാകെയും. അത് ആ ദൃശ്യങ്ങളിലൊക്കെ അവിടെ വന്നിരുന്ന പ്രതികരണങ്ങളിലൊക്കെ വളരെ വ്യക്തവുമാണ്. CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. രാഹുലാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.